വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു സോഷ്യോളജിയിൽ 2017 മാർച്ച് മുതൽ 2023 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ചാപ്റ്റർ വൈസ് ഡിസ്കഷനിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ സാമൂഹ്യ സ്ഥാപനങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കണ്ടിന്യൂസ് ആൻഡ് ചേഞ്ചസ് ആൻഡ് കണ്ടിന്യൂസ് എന്നുള്ള പാഠത്തിൻ്റെ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം പറയുന്നുണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫാമിലി സിസ്റ്റം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പാഠത്തിലെ ഒരു വാസ്റ്റായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഏരിയ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ട്രൈബൽ ഫസ്റ്റ് ഇല്ലുസ്ട്രേറ്റ് ദ ഐസൊലേഷൻ ആൻഡ് ഇൻ്റഗ്രേഷണൽ അപ്രോച്ച് ഓഫ് ട്രൈബൽ ഡെവലപ്മെൻറ്റ്. ഐസൊലേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മാറ്റി നിർത്തുക എന്നുള്ളത്, അവരെ മാറ്റി നിർത്തുക. ട്രൈബൽ ഡെവലപ്മെൻറ്റ്, ആദിവാസികളെ അവരെ മറ്റുള്ള സംസ്കാരങ്ങളുമായിട്ട് കൂടിച്ചേരാതെ അവരെ തനതായിട്ടുള്ള സംസ്കാരം പരിപോഷിപ്പിക്കുന്ന അവരെ മാറ്റി നിർത്തി അവരുടെ വികസനമാണ്. പുറമേ നിന്നുള്ളൊരു ഇൻ്റർഫിയറൻസ് അവർക്ക് പാടില്ല എന്നുള്ളതാണ്. ദെൻ ഇൻ്റഗ്രേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് അവർ ആധുനിക ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൂട്ടിച്ചേർത്തുള്ള വികസനമാണ് പറയുന്നത് ഇൻ്റഗ്രേഷൻ അപ്രോച്ച്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ ഫാമിലിയും അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത് നമുക്കറിയാം. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ന്യൂക്ലിയർ ഫാമിലി സമൂഹത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. അച്ഛനമ്മ അവിവാഹിതരായിട്ടുള്ള മക്കളടങ്ങുന്ന കുടുംബമാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ഫാമിലി. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ വ്യാപൃത കുടുംബം അല്ലെങ്കിൽ വിസ്തൃത കുടുംബം. ഒരേ തലമുറയിൽപ്പെട്ട ഒന്നോ അതിലധികമോ കുടുംബങ്ങൾ മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് വീട്ടിൽ താമസിക്കുന്നതിനെയാണ് നമ്മൾ വ്യാപൃത കുടുംബം അല്ലെങ്കിൽ വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതലാണ് കൂട്ടുകുടുംബം. ഉദാഹരണത്തിന് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ ഒരാൾക്ക് 3 മക്കളുണ്ടെങ്കിൽ അവർ 3 പേരും അവരുടെ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിൽ താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ അവരൊക്കെ ഒരുമിച്ച് വീട്ടിൽ താമസിക്കുന്ന ഒരു രീതിയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നുള്ളതാണ്. മറ്റേത് കൂട്ടുകുടുംബമാണെങ്കിലോ 2ഓ അതിലധികമോ തലമുറയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചൊരു വീട്ടിനകത്ത് താമസിക്കുമ്പോൾ അത് ജോയിൻറ്റ് ഫാമിലിയായി. അപ്പോൾ 3 എണ്ണമാണ് നമ്മൾ ഫാമിലിയിൽ നമ്മൾ പറയുന്നത്. ദെൻ ഐഡൻറ്റിഫൈ 2 ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. സ്ഥിരമായിട്ട് 2 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്. ഇവിടെ 2 ആണ്, ബൈ ബർത്താണ് ഒന്ന് എഴുതാം, പിന്നെ ശുദ്ധാശുദ്ധമാണ്. ഇത് 2 എഴുതിയാൽ മതി. കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് ആദ്യം നിങ്ങളുടെ മുന്നിൽ വരേണ്ടത് ബൈ ബർത്താണ് അത് ലഭിക്കുന്നത്, ബൈ ബർത്താണ്. ദെൻ പ്യൂരിറ്റി, പൊല്യൂട്ടൻസ്, ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിലുള്ളതാണ്, പ്യൂരിറ്റി ആൻഡ് പൊല്യൂട്ടൻസ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ 2017 ഇമ്പ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, എലബറേറ്റ് ഫോളോയിങ് ഫാമിലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ദെൻ ഗോത്ര പ്രദേശങ്ങളിൽ നടപ്പാക്കുന്ന ദേശീയ വികസന പദ്ധതികൾ ഗോത്ര വർഗ്ഗക്കാരിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വിമർശനാത്മകമായിട്ടുള്ള കുറിപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗോത്രവർഗ്ഗക്കാർ സാധാരണഗതിയിൽ അവർ മുഖ്യധാര സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെടുന്ന രീതിയായിരുന്നു പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവർ ഇന്ന് വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, ഇവരെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുകയും മറ്റുള്ള ഒരിതാണ്. അപ്പോൾ ഇന്ന് സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ചൂഷണം ഉണ്ട്. അതുപോലെ തന്നെ മണി ലെൻഡേഴ്സിൻ്റെ ചൂഷണമുണ്ട്. ഖനന തൊഴിലാളികൾ ഭൂമി കൈവശപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രത്യാഘാതങ്ങൾ ദേശീയ വികസനത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം ഗോത്രവിഭാഗത്തിന് ദോഷകരമായിട്ട് മാറിയിട്ടുണ്ടാണ്. നെഹ്റുവിൻ്റെ കാലത്തുണ്ടാക്കിയിട്ടുള്ള അണക്കെട്ടുകൾ, ഡാമുകൾ, ഫാക്ടറികൾ, ഖനികൾ എന്നിവയെല്ലാം ഗോത്രപ്രദേശങ്ങളായതിനാൽ അവർക്ക് ഭൂമിരഹിതമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വിമർശനാത്മകമായിട്ടുള്ളൊരു കുറിപ്പാണ് തയ്യാറാക്കാനുള്ളത്. ദെൻ താഴെ പറയുന്നത് പ്രസ്താവനയിൽ ജാതിയെ സംബന്ധിച്ച് വർത്തമാന സാഹചര്യത്തിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഇതൊരു വൺവേഡ് ക്വസ്റ്റ്യനാണ്. ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാർക്ക് ജാതി ദൃശ്യവും അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാർക്ക് ജാതി അദൃശ്യവുമാണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി പെർമനൻറ്റ് സ്ഥിരം സവിശേഷതകൾ എന്തൊക്കെയെന്നാണ്.
ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് നമ്മുടെ സ്ഥിരം സവിശേഷതകൾ? അവർക്ക് എന്താണ് പ്രദേശം ഉണ്ടാവും, അവർക്ക് സ്ഥിരമായിട്ടുള്ള പ്രദേശം ഉണ്ടാവും, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ ഉണ്ടാവും, ഭാഷ ഉണ്ടാവും. ഇതൊക്കെ അവർക്ക് എന്തുണ്ടാവും? സ്ഥിരമായിട്ടുള്ള സവിശേഷത. രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞത്, പ്രദേശം, ഭാഷ. ഇത് രണ്ടാണ് സ്ഥിരം സവിശേഷതകൾ, രണ്ടെണ്ണം നമുക്ക് എഴുതാൻ പറ്റുന്നത്. ദെൻ 10ാമത്തെ ചോദ്യം, കാസ്റ്റ് റിമെയിൻ സ്ട്രോങ് ദ ഡൊമസ്റ്റിക് സ്പിയേഴ്സ്. കാസ്റ്റ് നമുക്കറിയാം, ഇന്ത്യൻ കൺസെപ്റ്റിലാണ് കാസ്റ്റ് ഉള്ളത്. ചാതുർവർണ്ണ്യം വരുന്നുണ്ട്. അപ്പോൾ ബൈ ബർത്താണ്, ശുദ്ധാശുദ്ധമാണ് അതിൻ്റെ ബേസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഗോത്രവിഭാഗങ്ങളെ സംബന്ധിച്ച് ഉദ്ഗ്രഥൻ്റെ കാഴ്ചപ്പാടിനെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്താവന. അതായത് ഉദ്ഗ്രഥ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് ഗോത്ര ജനതയൊക്കെ പിന്നോക്ക ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. ഈ മറ്റുള്ളൊക്കെ ഐസൊലേഷൻ വ്യൂ ആണ്. പ്രത്യേക സംരക്ഷണം ആവശ്യമാണ്, മുറ്റധാരിൽ നിന്ന് മാറ്റി നിർത്തണം, ഒറ്റപ്പെട്ട ഇവരൊക്കെ ഇത് മാറ്റി നിർത്തണമെന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ വ്യൂ. 1, 2, 4 പോയിൻറ്റ്സൊക്കെ ഐസൊലേഷൻ വ്യൂ ആണ്. 3ാമത്തെ പോയിൻ്റാണ് ഇൻ്റഗ്രേഷണലിസ്റ്റ് വ്യൂ. അതാണ് ഉദ്ഗ്രഥന കാഴ്ചപ്പാടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം, പോയിൻ്റ് എടുത്ത് കോമൺലി സൈറ്റഡ് ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റം എക്സാമിന്. പരമ്പരാഗത ജാതി വ്യവസ്ഥ 3 സവിശേഷതകൾ: പൊല്യൂട്ടൻസ്, ശുദ്ധാശുദ്ധം, ബൈ ബർത്ത്. ഒരാൾക്കൊരിക്കലും ജാതിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് അതിൽ ഇതാണുള്ളത്. ലാംഗ്വേജ്, ഒക്കുപ്പേഷൻ, മോഡ്, ഹാബിറ്റേറ്റ്. ഇത് നമ്മൾ ജാതിയുടെ ഓക്കെ പ്രദേശം, ഓക്കെ, ലാംഗ്വേജ്, ഭാഷ, അതുപോലെ തന്നെ രണ്ടാമത്തെ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥ, ഇതെല്ലാം താമസ സ്ഥലം, ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പോയിൻ്റ് ഔട്ട് ജാതി വ്യവസ്ഥയെ സ്വാധീനിച്ച കൊളോണിയൽ ഗവൺമെൻറ് ഏതെങ്കിലും 3 ഇടപെടലുകൾ. ഒന്ന്, നമുക്കറിയാം ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ നടപ്പിലാക്കിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കൊളോണിയലിസം കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ എഴുതുന്നത്. ദേശീയ വികസനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗോത്ര വികസനത്തെ വിശകലനം ചെയ്യുക. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത് തന്നെയാണ്. ഓക്കെ, ഇത് ഇത്തരത്തിലുള്ളത് ഏറ്റവും കൂടുതൽ മാച്ച് ദ ഫോളോവിങ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പാഠത്തു നിന്നാണ്. MN ശ്രീനിവാസൻ ഡോമിനൻ്റ് ക്ലാസ്, ശ്രീനാരായണ ഗുരു SNDP, EV രാമസ്വാമി നായ്ക്കർ ദ്രാവിഡ മുന്നേറ്റ കഴകൻ, ജ്യോതിറാവ് ഫുലെ സത്യശോധക സമാജ്, അയ്യങ്കാളി വരുന്നത് സാധുജന ധർമ്മ പരിപാലന സംഘം, ഹെർബർട്ട് റിസിൽ സെൻസസ്. അറിയുന്ന മാർക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജാതി സംബന്ധമായിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, ജാതി സമ്പ്രദായത്തിൻ്റെ അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ജനനം കൊണ്ടാണ്. ഓക്കെ, സ്വഗണ വിവാഹമായിരിക്കും, എൻഡോഗമി ആയിരിക്കും, ഭക്ഷണം മറ്റും പങ്കുവെക്കുന്നതിന് വിലക്കുണ്ടാവും. അതുപോലെ തന്നെ ജാതികൾക്ക് ഉപജാതി ഉണ്ടാവും. ഓരോ ജാതിക്കും അവരുടെ ജാതിയിൽ ഒരു സ്ഥാനമുണ്ടാവും. ഒരിക്കലും പുറത്ത് പോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ദെൻ ഫാമിലി, പുരുഷന്മാർക്ക് അധികാരമുള്ളത്. പിതൃമേധാവിത്വ കുടുംബം എന്ന് പറയുന്നു. പിതൃമേധാവിത്വ കുടുംബം. ബിക്കോസ് ദ പെർമനൻറ്റ് ട്രൈറ്റ് ഓഫ് ഇന്ത്യൻ ട്രൈബ്സ്, ലാംഗ്വേജ് ആണ്. താഴത്തുനിന്നിരിക്കുന്ന ഇന്ത്യൻ ഗോത്ര വിഭാഗങ്ങളുടെ സ്ഥിര സവിശേഷത എന്ന് പറഞ്ഞാൽ ഭാഷയാണ്. അവരുടെ സ്ഥിരം സവിശേഷ ഭാഷയാണ്. കോമൺ. ദെൻ റൈറ്റ് ഡൗൺ ഇനി 4 കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ദെൻ ഇത് സ്ഥിരമായിട്ടുള്ള ന്യൂലി മാരീഡ് കപ്പിള് സ്റ്റേ വിത്ത് വുമൻ, അത് മാട്രി ലോക്കൽ അല്ലേ. വധൂവരന്മാർ കല്യാണം കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് മാട്രി ലോക്കൽ. മാട്രി ലോക്കൽ എന്ന് പറയുന്നു. മാട്രി ലോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതൃഗൃഹവാസം അല്ലേ. ഫാമിലി വിത്ത് പ്രോപ്പർട്ടി പാസ്ഡ് ഫ്രം ദ മദർ ടു ഡോട്ടർ, അത് മാതൃദായക അല്ലേ. സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് മാതൃദായക കുടുംബം അഥവാ മാട്രിലീനിയൽ ഫാമിലി. രണ്ടാമത്തത് മാട്രിലീനിയൽ ഫാമിലി. മൂന്നാമത്തത് മാട്രിയാർക്കൽ, അതായത് മാതാവിന് അധികാരമുള്ള, സ്ത്രീകൾക്ക് അധികാരം ആധിപത്യമുള്ള കുടുംബം
മാതൃ മേധാവിത്വ കുടുംബം എന്ന് അറിയപ്പെടുന്നത്. ജാതി വ്യവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ജാതി വ്യവസ്ഥ നമ്മൾ സ്വാതന്ത്ര്യാനന്തരം മാറിയിട്ടുണ്ട്. അയിത്തങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അനലൈസ് ദ ട്രൈബൽ ഡെവലപ്മെൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ്. നമുക്ക് ദേശീയ വികസനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗോത്ര വികസനത്തിൻ്റെ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് വാസ് സ്റ്റാർട്ടഡ് ജ്യോതിറാവ് ഫുലെ. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു സാവിത്രിറാവ് ഫുലെ എന്നുള്ളത്. ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻ്റ് കാസ്റ്റ് വാസ് കോയിൻഡ് ബൈ എം എൻ ശ്രീനിവാസൻ. ദെൻ ഡിഫൈൻ ദ പാട്രിലോക്കൽ. പിതൃസ്ഥാനീയ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാർ അല്ലെ, വരൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാട്രിലോക്കൽ എന്ന് പറയുന്നത്. ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരുടെ അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭക്ഷണ രീതികൾ, വേഷങ്ങൾ ഇത് അനുകരിക്കുന്ന രീതിയാണ് ഡോമിനൻ്റ് കാസ്റ്റ്. അത് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രബല ജാതി. നേരത്തെ ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് രാഷ്ട്രീയമായിട്ടും എക്കണോമിക്കലി, പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി ഈ മൂന്ന് തരത്തിലുള്ള ഒരു പ്രദേശത്തെ അധികാരമുള്ള വിഭാഗമാണെന്ത്, പ്രബല ജാതിക്കാരെന്ന്. എക്കണോമിക്കലി അവർ പവർഫുള്ളായിരിക്കും, പൊളിറ്റിക്കലി അവർ പവർഫുള്ളായിരിക്കും, സോഷ്യലി അവർ എന്തായിരിക്കും, ഭൂരിപക്ഷമുള്ളതാണ്. ന്യൂക്ലിയർ ആൻഡ് ജോയിൻറ്റ് ഫാമിലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡോമിനൻ്റ് കാസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നമ്മൾ എം എൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. സാൻസ്ക്രിറ്റൈസേഷൻ വാസ് സംസ്കൃതവൽക്കരണമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാരുടെ വേഷങ്ങൾ, ആചാരങ്ങൾ, അതും എം എൻ ശ്രീനിവാസൻ കോയിൻ ചെയ്താണ്. അത് അനുകരിക്കുന്ന രീതിയാണ് എന്ത്, സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. പിന്നെ സത്യശോധക സമാജ്, ജ്യോതിബ ഫുലെ. ദെൻ റൈറ്റ് ടു പ്രബല ജാതിയുടെ 2 യാദവാസ്. പ്രബല ജാതിക്കാർക്ക് ഉള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഒന്ന് യാദവാസിനെ എഴുതാം അല്ലേ, ബീഹാറിലെ യാദവകൾ. ദെൻ ഒക്കാലിംഗാസ്, കർണാടകയിലെ ഒക്കാലിംഗാസ്. ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാർ. മറാഠികൾ, മഹാരാഷ്ട്ര ജാട്ട്. അപ്പോൾ ആരൊക്കെ എഴുതാം, ജാട്ട് എഴുതാം. ദെൻ മറാഠി എഴുതാം. പിന്നെ യാദവാസ് എഴുതാം. 2 എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. യാദവാസ് എഴുതാം. പിന്നെ ഒക്കാലിംഗാസും അതുപോലെ തന്നെ നമ്മളെ റെഡ്ഡീസ്, കമ്മാസൊക്കെ ആന്ധ്രാപ്രദേശിലെ, ഇതൊക്കെ ഓരോ സ്ഥലത്താണ്. യാദവാസ് ബീഹാർ, ഉത്തർപ്രദേശാണ്. ഒക്കാലിംഗാസ് വരുന്നത് കർണാടകത്തിലാണ്. കമ്മാസും അതുപോലെ തന്നെ റെഡ്ഡിമാരും വരുന്നത് ആന്ധ്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് മറാഠികൾ വരുന്നത്. ജാട്ട് വരുന്നത് പഞ്ചാബ്, ഹരിയാനയിലാണ്. ദെൻ നെക്സ്റ്റ് ന്യൂക്ലിയർ ആൻഡ് ജോയിൻറ്റ് ഫാമിലി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിലി. ന്യൂക്ലിയർ, ജോയിൻറ്റ്, എക്സ്റ്റെൻഡഡ്. 2023 ദ ഫാമിലി വിച്ച് മദർ ഹാസ് അതോറിറ്റി ടു മാട്രിയാർക്കൽ അല്ലേ, മാട്രിയാർക്കലാണ്. മാതൃമേധാവിത്വം നോക്കിയാൽ മതി. മേധാവിത്വം. വാട്ട് ഈസ് ട്രൈബൽ കമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ഥിരം സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതും, ഗോത്ര സമുദായം അവരുടെ സ്ഥിരം സവിശേഷത. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സത്യശോധക സമാജ്, ജ്യോതിറാവ് ഫുലെ. ദെൻ അടുത്ത ചോദ്യം ഇത് ചോദിക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ട്രൈബ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജിൻ്റെ ബേസിൽ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻഡോ ആര്യനും അതുപോലെ തന്നെ ആസ്റ്റിക്കുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇൻഡോ ആര്യനും തന്നിട്ടുണ്ട്, ആസ്റ്റിക്ക് തന്നിട്ടുണ്ട്. ഇൻഡോ ആര്യൻ. പിന്നെ ദ്രവീഡിയനെ ഇനി ഇതിൽ എഴുതാനുള്ള ദ്രവീഡിയൻസ്. ഇവിടെ നമുക്ക് ദ്രവീഡിയൻസ് എന്ന് എഴുതാം. ദ്രവീഡിയൻസ് എഴുതാം. ടിബറ്റോ ബർമൻ അല്ലേ, ഭാഷകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ടിബറ്റോ ബർമൻ. ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിച്ചതാണ്.
അപ്പോൾ ഇതിൽ ഫിസിക്കോ റേഷ്യലായിട്ടുള്ള അടിസ്ഥാനത്തിൽ 5 തരംതിരിക്കും. ചിലപ്പോൾ അതായിരിക്കും നെഗ്രിറ്റോ, ആസ്ട്രലോയിഡ്, മംഗ്ലോയിഡ്, ദ്രവിഡിയൻസ്, ആര്യൻസ്, ഇങ്ങനെ തരംതിരിക്കുന്ന രീതികൾ ചോദിക്കാറുണ്ട്. ദെൻ മൂവ് ടു നെക്സ്റ്റ്. സൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ്. അത് നമ്മൾ ശുദ്ധാശുദ്ധമാണ് എന്നുള്ളത്. കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഫസ്റ്റത്തിൽ ന്യൂക്ലിയർ, ഇവിടെ ന്യൂക്ലിയർ എന്ന് എഴുതിയാൽ മതി. ന്യൂക്ലിയർ അല്ലേ, അതായത് അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം. പിതൃസ്ഥാനീയം, ദെൻ മാതൃസ്ഥാനീയം, മാട്രിയാർക്കൽ. ഇവിടെ മാട്രിയാർക്കൽ അല്ലെങ്കിൽ മാതൃസ്ഥാനീയം, മാതൃമേധാവിത്വ കുടുംബം, പിതൃസ്ഥാനീയം. ഓക്കെ, ദെൻ പിതൃസ്ഥാനീയം, മാട്രി ലോക്കൽ. ഇവിടെ മാട്രി ലോക്കൽ. ഇവിടെ പാട്രിയാർക്കൽ. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി, കഴിഞ്ഞു. ഓക്കെ, ഇത് പാട്രിലീനിയൽ, മാട്രിലീനിയൽ ലാസ്റ്റത്. ഓക്കെ, പിതൃസ്ഥാനീയം, മാതൃസ്ഥാനീയം, പിതൃമേധാവിത്വം, മാതൃമേധാവിത്വം, പിതൃദായകം, മാതൃമേധാവിത്വം. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. കൺഫ്യൂഷൻ ഇംഗ്ലീഷ് നോക്കുക, മലയാളം നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇതാണ് ഈ പാഠങ്ങളിൽ 3ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു.